കർത്താവിൻ്റെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, കർത്താവിൻ്റെ മക്കൾ, ദൈവസഭ, അവർക്കൊക്കെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹമെന്ന് അറിയിക്കുന്നു. എൻ്റെ പേര് യഥാർത്ഥത്തിൽ ഐപ്പ് ജോസഫ് എന്നാണ്. സായി എന്നൊരു പേരൂടെ എനിക്കുണ്ട്. സായി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒരു ചെറിയ സാക്ഷ്യം കൂടെ പറയാം. എൻ്റെ പിതാവ് ഒരു സായി ഭക്തനായിരുന്നു. 1969 പുട്ടപ്പർത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത് 1,00,000 പേര് സായിബാബയെ കാണാൻ കൂടിയതിൽ ഒന്നെൻ്റെ പിതാവായിരുന്നു. അത് 70 പേർക്ക് അദ്ദേഹം ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനകത്തൊന്ന് എൻ്റെ പിതാവായിരുന്നു. അദ്ദേഹം സായിബാബ നേരിട്ട് എൻ്റെ ഒരു മകനുണ്ടാകും, എൻ്റെ പേരിടണമെന്ന് അദ്ദേഹം എൻ്റെ പിതാവിനോട് പറഞ്ഞു. എൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്ന എനിക്ക്, അല്ലെങ്കിൽ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ പിതാവ് എന്നെ പ്രസവിച്ച സമയത്ത്, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച സമയത്ത് ആണ് എനിക്ക് ആ പേരിട്ടത്, സായി എന്നുള്ള പേരിട്ടത്. ഇപ്പം ഞാനത് അധികം ഉപയോഗിക്കാതിരിക്കുന്നത് വേറൊരു നാമം എൻ്റെ നാവിന്മേലെടുക്കണ്ടെന്ന് ഓർത്താണ്. അമ്മയുടെ വയറ്റിൽ വെച്ച് പിശാച് മുദ്രയിട്ടെങ്കിലും അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ കൈവെള്ളയിൽ വരച്ചാൽ യേശുവിനെ പ്രസംഗിക്കാൻ അനുവദിച്ചു. ഹല്ലേലൂയ. സായിബാബയെ പ്രസംഗിക്കേണ്ട ആളാണ്, പക്ഷേ കർത്താവിനെ പ്രസംഗിക്കാനാണ് ഭാഗ്യം ലഭിച്ചത്. എൻ്റെ പിതാവ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ദൈവവും മരിച്ചു. എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഹിന്ദുക്കളല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ വിദ്വാൻ കുട്ടി അല്ലെങ്കിൽ യുസ്തുസ് യോസഫ്, ഈ സ്തുതിപ്പിനേശ്വരനെ പാട്ടൊക്കെ എഴുതിയ ആളാണ്. അഞ്ചരക്കാരൻ കളിയാക്കി വിളിക്കുന്ന. 5.5 വർഷം കഴിയുമ്പോൾ യേശു വരുമെന്ന് അദ്ദേഹത്തിനൊരു വെളിപ്പാട് കിട്ടി. പാലക്കാട്ടു നിന്നുള്ളൊരു ബ്രാഹ്മണ കുടുംബം, രാമയ്യർ, പത്മനാഭയ്യർ, സൂര്യനാരായണ അയ്യർ, അങ്ങനെ 7 പേര് കേരളത്തിലേക്ക് വന്ന് കണ്ണ് ചികിത്സയ്ക്ക് തേവലക്കര വൈദ്യന്മാരുടെ അടുക്ക് വന്ന്, അപ്പോൾ അവിടെ മൂത്ത ആൾ രാമയ്യർ എന്ന് പറയുന്ന ആളിനൊരു ബൈബിൾ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇത് സത്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവരൊന്നിച്ച് കർത്താവിനെ സ്വീകരിക്കാനിടയായി. അവരെ വലിയ ഉണർവും വലിയ പ്രാർത്ഥനയും, കന്നീറ്റുണർവ് സഭ എന്നൊരു നാമത്തിൽ. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അന്ന് ഈ വേദപുസ്തകത്തിൽ ഇദ്ദേഹം വായിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാനൊത്തില്ല. പിന്നെ അദ്ദേഹം CMS ചേർന്ന് അവിടെ അച്ഛനായി. കുട്ടി വിദ്വാനാണല്ലോ എന്ന് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തെ പ്രശംസിച്ചത് കൊണ്ടാണ് വിദ്വാൻകുട്ടി എന്നുള്ള പേര് വന്നത്. രാമയ്യർ എന്നായിരുന്നു. ഇതിൽ ക്രിസ്തീയ മതത്തിൽ ചേർന്നപ്പോൾ യുസ്തുസ് യോസഫ് എന്ന പേര് സ്വീകരിച്ചു. അവരിങ്ങനെ പ്രാർത്ഥനയും ഉണർവും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരാൾക്ക് കുടാരപ്പള്ളി തൊമ്മൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു വെളിപ്പാട് കിട്ടി. 1881 ഒക്ടോബർ മാസം 2-ാം തീയതി യേശു വരുമെന്ന്. അവരെല്ലാവരും കാത്തിരുന്നു. ചിലരൊക്കെ ചൂട്ടൊക്കെ കൊണ്ടാവുക. ചൂട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചൂട്ട്. കാരണം ഉച്ച സമയത്ത് ഇരുട്ടാകും. അപ്പം കത്തിച്ച് പിടിക്കാൻ കർത്താവിൻ്റെ വരവ് സംഭവിക്കാം, മഹത്വ പ്രത്യക്ഷ സംഭവിക്കാൻ പോവാം. 5:05 ആയിട്ടും കർത്താവിൻ്റെ വരവ് നടന്നില്ല. അപ്പോൾ കുറേ പേരെല്ലാം പിരിഞ്ഞു പോയി. അദ്ദേഹം വിഷമത്തിൽ, സങ്കടത്തിലായി, മനസ്സിനെ വിഷമിച്ച് നിന്നപ്പോൾ എഴുതിയ പാട്ടാണ്. ദുഃഖം നീ നോക്കുന്നില്ലയോ എൻ്റെ വിലാപ, ശബ്ദം നീ കേൾക്കുന്നില്ലയോ, തക്കം നോക്കിയിടുന്നില്ലയോ, പിശാചന്മാനം വെക്കം ഹാനിപ്പാനയ്യോ, തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കിയ, തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി, വെക്കം നിന്മണ വാട്ടിയാക്കിക്കൊള്ളുവാൻ പ്രിയ, കാന്താത്താമസമെന്താഹോ
വരുവാനേശു. ഈ പാട്ട് എഴുതിയത്, കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സങ്കര ഇനം ജാതിയിൽ ജനിച്ചയാളാണ് ഞാൻ. ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇയാൾ ഹിന്ദു ആണോ? അല്ല. ക്രിസ്ത്യാനിയാണോ? അല്ല. ഏതാ? അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ, ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോളെ കല്യാണം കഴിച്ചേക്കാം. അന്ന് നടന്ന കല്യാണമാകട്ടെ, ഇന്നൊന്നും നടക്കത്തില്ല. അപ്പം പുള്ളി വലിയ പൂജാരി ഹോമമൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ രാമയ്യർ, പത്മനാഭയ്യർ എന്ന് പറയുന്നത്, സൂര്യനാരായണ അയ്യർ എന്ന് പറയുന്ന ഈ യുവമേസ് മതം ഉണ്ടാക്കിയ അതിനകത്ത് ഒരാളിൻ്റെ കൊച്ചു മോനാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് ആ സംസ്കാരമൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ, മത്സ്യവും മാംസവും മുട്ടയൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ ഭാര്യ ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിക്കാറില്ല. എന്നാൽ ഞാനിതെല്ലാം കഴിക്കും. അപ്പം അങ്ങനൊരു സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിനും ഏത് ആരാധനാ രീതി അവലംബിക്കുന്നതിനും അവരൊരു തടസ്സമല്ല. സാധുക്കളായ മനുഷ്യർ, നല്ല ആളുകളാണ്. അവർക്ക് ആകെയുള്ളൊരു പ്രശ്നം മത്സ്യവും മാംസവും മുട്ടയും ഉപയോഗിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, അങ്ങനെ കുറച്ച് നിയമങ്ങളേ ഉള്ളൂ. മറ്റിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അവർക്ക് വിഷയമൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ അങ്ങനെ എന്തെങ്കിലും ഒരു ആരാധനയുടെ വ്യത്യാസം വന്നാൽ ക്രിസ്ത്യാനി ആയിരിക്കണം എന്നൊരു നിർബന്ധം അവർക്കില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ഈ വല്ലത്തും അന്വേഷിക്കുമായിരുന്നു, ആരാ ദൈവം, എന്തുവാ ദൈവത്തിൻ്റെ പണി, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ചില തലമുറകൾ നശിച്ചു പോകുന്നത്. അപ്പം അവരവന് ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ്റെ മക്കൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നല്ല മനുഷ്യരുടെ മക്കളൊക്കെ ഒത്തിരിയും കഷ്ടം അനുഭവിക്കുന്നു, നല്ല മനുഷ്യരൊത്തിരി കഷ്ടം അനുഭവിക്കുന്നു. അപ്പം അതൊന്നുമല്ല അതിൻ്റെ ഉത്തരവെന്ന് എനിക്ക് പലപ്പോഴും ബോധ്യം വന്നു. പല സ്ഥലങ്ങളിൽ ദൈവമെന്ന് പറയുന്ന ഒരു എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലത്തെല്ലാം ഞാൻ അന്വേഷിച്ചു പോകാനും. ചോറ്റാനിക്കൽ, ശബരിമല കെട്ടിപ്പോൾ വെട്ടിക്കോട്ട് ഈ അന്ന് ചില ആൾക്കാർ പറഞ്ഞു, ഈ പാമ്പെന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ശാപം തീർക്കാൻ പിന്നെ പോകണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം അവിടെ പോകും. അന്വേഷണമാണ്, എന്താ ദൈവം, ആരാ ദൈവം, എന്തോ ഇദ്ദേഹത്തിൻ്റെ പണി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. ഇന്ന് സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന ഒരു തമാശയായിട്ടാണ് എനിക്കന്ന് തോന്നി. അപ്പം അതിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. അമൃതാനന്ദമയുടെ അവിടെ ആ ബ്രഹ്മചാരികളുടെ കൂട്ടത്തിൽ ആദ്യം കുറച്ച് നാളുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ ഭജനയൊക്കെ ചൊല്ലും. പിന്നെ പുള്ളിക്കാരിക്ക് എന്നെ പേഴ്സണലി അറിയാമായിരുന്നു. സത്യസായി സമിതികളിൽ പോകുമായിരുന്നു. പിന്നെ ഇതുപോലെ ക്ഷേത്രങ്ങൾ ഇങ്ങനെയൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ വിചാരിച്ചത്, അച്ഛൻ അന്നും ഇന്നും വിളിക്കുന്നത്, അച്ഛൻ വിചാരിച്ചത് ഇയാളെ ഒരു സ്പിരിച്വൽ ആക്കണം. സ്പിരിച്വൽ ആക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ, അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണം. അപ്പോൾ തീരെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ പുസ്തകങ്ങളൊക്കെ ബാലരമയും മംഗളവും മനോരമയൊന്നുമല്ല, ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ദൈവിക അന്വേഷണം. അങ്ങനെ അന്വേഷിച്ച് എന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഒരു തട്ടിപ്പാണ്, മതം വേറൊരു തട്ടിപ്പാണ്. അങ്ങനെ ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നിരീശ്വരവാദി, യുക്തിവാദി എന്നൊക്കെയുള്ള തലത്തിലേക്ക് എത്തി. കാരണം അന്വേഷണങ്ങൾക്ക് നടുവിലാണ് കേട്ടോ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അന്വേഷിച്ച് നടന്നു. അതിനകത്തെല്ലാം തട്ടിപ്പാന്ന് പറയാൻ മനസ്സിലായി. ഞാൻ ചോറ്റാനിക്കരെ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് എനിക്ക് ആ ദൈവത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കണ്ട ഒരാളുണ്ട്. പുള്ളി പറഞ്ഞു, ഇപ്പം കാണാം, അമ്മ കയറിപ്പോന്ന് കാണാമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ കണ്ണൊക്കെ അടച്ച ഒരു മന്ത്രം പറഞ്ഞു തന്നു. അതൊക്കെ ചൊല്ലി ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ എനിക്ക് കാണാനൊക്കെ, അത് പ്രത്യേക നാളുകാർക്കേ കാണാനൊക്കത്തുള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് പ്രത്യേക നാളിൽ പിറന്നവർക്ക് മാത്രം വെളിപ്പെടുന്ന ദൈവം തന്നെ ദൈവമാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. അങ്ങനെ അതുപോലെ പല 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 ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുഭവങ്ങളിലൂടെ വന്നപ്പോൾ ഒരു കാര്യം ഞാൻ കൺഫേം ആക്കി, ദർ ഈസ് നോ ഗോഡ്, ദൈവം ഇല്ല. അങ്ങനെ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ ഫാദർ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ പ്രഭാഷണങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ തരത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകും. അങ്ങനെ അന്വേഷണങ്ങൾക്ക് നടുവിൽ കണ്ടെത്തിയ സത്യമായിരുന്നു ദൈവമില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ അന്വേഷിക്കാതെ എന്നെ അന്വേഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കൈവെള്ളയിൽ വരച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. അതിന് ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിനെ അറിയാൻ ചില സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കുമല്ലോ. അങ്ങനെ സാഹചര്യം ഒരു ബിസിനസ്സിലൊക്കെ തകർച്ച വന്നു. അന്നത്തെ കാലത്ത് ഒരു 10-20 വർഷം മുമ്പ് അന്നത്തെ കാലത്ത് ഒരു 10-25 ലക്ഷം രൂപ കടവും അതിനെ ചൊല്ലിയുള്ള ചെക്ക് മടങ്ങിയുള്ള വാറണ്ടും പോലീസും ഇങ്ങനെ വേട്ടപ്പെട്ടി ഓടിക്കുന്ന ഒരു കാലം വന്നപ്പോൾ ഞാൻ പണം കൊടുക്കാനുള്ള ഒരാൾ
എന്നോട് പറഞ്ഞു, നീ ഒരിടത്ത് വരണമെന്ന്, കത്തോലിക്കനാണ്. അവിടെ വന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പങ്കെടുക്കണമെന്ന്. ഇയാൾക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ഇയാളെന്നെ ബുദ്ധിമുട്ടിക്കുന്നുള്ളതല്ല. ഞാൻ അന്വേഷണത്തിൽ പോയതാണെന്ന് എനിക്കറിയില്ല. ഞാനവിടെ ഇങ്ങനെ അങ്ങ് പോയിരിക്കുമ്പോൾ 400 പേർക്ക് വേണ്ടി ഒരാൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് A.T. കോവൂർ എന്ന് പറഞ്ഞ ഒരാൾ പണ്ട് പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ എനിക്കറിയാം. ഇടമുറുക A.T. കോവൂർ, ആ പുസ്തകങ്ങളൊക്കെയാണ് ഞാൻ വായിക്കുന്നത്. ദൈവം ഇല്ലെന്ന് വിശ്വസിപ്പിക്കാനും പഠിപ്പിക്കുന്ന ശ്രമം കൂടെ ഉണ്ട് ഞാൻ നടത്തുന്നതിൻ്റെ ഭാഗം. അതെല്ലാം വായിച്ച് തലയ്ക്കകത്ത് കുറേ കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരും. 2000 കൊല്ലം മുമ്പ് യേശു എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചാൽ എങ്ങനെ ഇടവുകയും നിൻ്റെ പാപം പോന്നേ, എന്നെ മണ്ടത്തരവന്മാരി പറയും. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആൾ പറയുക, 2000 കൊല്ലം മുമ്പ് യേശു മരിച്ചാൽ എങ്ങനെ ആവുകയും എൻ്റെ പാപം പോന്നെന്നല്ലേ നീ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് വരെ ഒരൊറ്റ ദൈവത്തിൻ്റെ അടുക്ക പോയിട്ട് ആ ദൈവങ്ങളൊന്നും എന്നോട് വർത്താനം പറഞ്ഞിട്ടില്ല. ദൈവത്തെ ഇപ്പം കാണാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കണ്ട പുള്ളി പറഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നത് ശിവരാത്രി എന്നൊക്കെ പറഞ്ഞ ദിവസം ഓൾ ടൈം ആ മന്ത്രമൊക്കെ ജപിച്ചിരിക്കും ദൈവത്തെ കാണാൻ, ദൈവത്തെ അന്വേഷിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ഹൃദയത്തിലൊരു ചോദ്യം ചോദിക്കും. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞ കൊനസ്റ്റ് ചോദ്യങ്ങളാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ആർക്കെതിരെയാണ്? യേശുവിനെതിരെ. പക്ഷേ ഈ കൊനസ്റ്റ് ചോദ്യങ്ങൾക്ക് എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം ആ പ്രീച്ചറുടെ കയ്യിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. സംസാരിക്കുന്ന രീതി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അത് ദൈവത്തിന് വേറെ രീതിയാണ്. അപ്പം പിന്നെ പല 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 ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾക്ക് മുഴുവൻ എനിക്ക് ഉത്തരം കിട്ടി. കോട്ടയത്തെ CSI റിട്രീറ്റ് സെൻറ്ററിൽ ജോസ് ആനത്താനം എന്ന് പറയുന്ന ഒരാളാണ്. അത് അന്ന് പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുറത്തോട്ട് വന്നിട്ടില്ല, ഒരു വേറൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴാണ്. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ പേര് പറഞ്ഞ് ചില കാര്യങ്ങൾ നടന്നു. അവിടെ ചില അത്ഭുതങ്ങളൊക്കെ കാണുന്നത് ഞാൻ കാണും. ഞാൻ ആദ്യമായിട്ട് അത്ഭുതങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ കാണുന്നു. മറ്റേ അത്ഭുതം ഉണ്ടെന്ന് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ദൈവം അത്ഭുതം ചെയ്യുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലോകത്തിൽ മനുഷ്യനോട് വർത്താനം പറയുന്ന ഒരൊറ്റ ദൈവവും ഒരൊറ്റ പുസ്തകവും അത് ബൈബിള് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ ഭഗവത്ഗീതയിലും രാമായണത്തിലുമൊക്കെ 7 വരി തള്ളി 7 അക്ഷരം തള്ളി വായിച്ച് അതിൻ്റെ ഫലമൊക്കെ അന്വേഷിച്ചിട്ടുള്ളതാണ്. എന്നോടൊരു ദൈവവും സംസാരിച്ചിട്ടില്ല, എനിക്കൊരു ഫലവും കിട്ടിയിട്ടില്ല, എൻ്റെ ഹൃദയത്തിലൊരു സമാധാനവും തോന്നിയിട്ടില്ല. എന്നാൽ ഇതിനകത്തെ ദൈവത്തിൻ്റെ വചനം പറയുകയും അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, 2000 കൊല്ലം മുമ്പ് ഏതോ വിവരദോഷി എഴുതിയൊരു കഥപുസ്തകമല്ല, ചരിത്ര പുസ്തകമല്ലിത്. ഇന്നും ലൈവായിട്ട് നിൽക്കുന്ന, ഓൺലൈനായിട്ട് നിൽക്കുന്ന, ലീഡ് ചെയ്യുന്ന, ആശ്വസിപ്പിക്കുന്ന, സമാധാനം തരുന്ന, വഴികളെ തുറക്കുന്ന, സുസ്ഥിരമാക്കുന്ന, ഈ ലോകത്തിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ ഒരു ജീവിതമുണ്ടെന്നും വ്യക്തമാക്കുന്ന ഒരൊറ്റ പുസ്തകമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിറഞ്ഞ വചനം മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യം. അപ്പം ഞാൻ ആ മീറ്റിങ്ങിൽ എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. ഞാൻ അന്ന് പാപിയാണെന്ന് മനസ്സിലായി. മറ്റേ ഞാൻ വലിയ മാന്യനാണെന്നായിരുന്നു എൻ്റെ ചിന്ത. കാരണം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, പെൺപിള്ളേരെ കെട്ടിക്കാനും കാശ് കൊടുക്കാനും, എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ദൈവം എന്ന് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കുഴപ്പം പറ്റി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പെന്തക്കോസിൽ പോയി. അപ്പം എനിക്കത് ഭയങ്കര നാണക്കേടായിപ്പോയി. കാരണം എനിക്കിവരുടെ ശബ്ദവും ബഹളവും യുക്തിവാദിയും കൂടെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ അവനെന്തോ മാനസിക പ്രശ്നമാണ്, ദൈവന്മാർ പിടിച്ചുകൊണ്ട് പോയി പിടിച്ച് മുഖ്യതാണ്. അപ്പം എൻ്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു, ഈ മൂത്ത അച്ചാച്ചൻ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ടെന്ന്, ഞാൻ പൊക്കോട്ടെ പറഞ്ഞു. പൊന്നുമോളെ പോകരുത്, അവൻ്റെ കൂടെ പോയാൽ അവരുടെ കൂടുള്ളവന്മാർ പിടിച്ച് നിന്നെ മുക്കും, ബന്ധക്കോസാക്കും, അതാണ്. അപ്പോൾ എന്താ ഞാൻ അപ്പോൾ അവൾക്ക് പോകാൻ എന്നെ പിണങ്ങി പോകാൻ. അപ്പം മൂത്താങ്കളെ ചോദിച്ചു, മോളെ കൊച്ചാച്ചനാണ് വലുത് യേശു ആണെന്ന് വലുത്? എനിക്ക് യേശുവിനെ അത്ര അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കൊച്ചാച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടോളാം. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഇത് സത്യമാണെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നിച്ച് സ്നാനപ്പെടാൻ കർത്താവ് ഭാഗ്യം തന്നു. എൻ്റെ ഞാൻ ഈ വാസ്തവമായി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. അതാ പാപം എന്താണെന്ന് എനിക്കത് ദൈവം പറഞ്ഞു തന്നു, പ്രവൃത്തികളല്ല മറിച്ച്. ഓക്കെ, അങ്ങനെ വന്ന വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു,
അപ്പോൾ ഭാര്യ ഒരു മന്ത്രവാദിയുടെ മകളാണ്. എൻ്റെ അമ്മാവൻ വൈഫിൻ്റെ അമ്മയുടെ വൈഫിൻ്റെ അപ്പൻ ഇതിൽ പൂജ ഹോമമൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് ഒരു കാര്യം കൂടെ പുള്ളിയാണ്. കാരണം എനിക്കിവിടെ ഈ കടമെല്ലാം വന്ന് ഒരു 10-25 ലക്ഷം രൂപ കടമോ എവിടെ തിരിഞ്ഞാലും പോലീസും വാറണ്ട് ഓടിക്കുന്ന ആ ലെവലിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് മറയൂരാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അവിടെ ചന്ദനമരവും നല്ല പ്രകൃതി ഒക്കെയുള്ള സ്ഥലമാണ്. അവിടെ ചെന്നപ്പം പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പം ശരിയായി, ഇവിടെ നിന്നൊരു പൂജ വെച്ചിട്ടുണ്ട്, നീ അതിനിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ഹോമകുണ്ടമൊക്കെ ഉണ്ടാക്കി ചന്ദനം മറ്റു സാധനങ്ങൾ ചിലവേറിയ പരിപാടിയാണ്. അപ്പോൾ അവിടെ പൂജ നടത്തുന്നൊരു തമിഴ് സഹോദരനാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ദൈവനമ്പിക്കയില്ല, ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. അതിന് സാരമില്ല, ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവമുണ്ടെന്ന് ഓർത്ത് അവിടെ ഇരുന്നതല്ല, മറിച്ച് ഈ സിനിമയിലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹോമകുണ്ടവും പൂജയൊക്കെ. അപ്പോൾ അത് കാണാൻ രസം, ചന്ദനത്തിൻ്റെ മണം, പിന്നെ ഇങ്ങനെ എന്തൊക്കെ പറയുന്നതെന്ന് അറിയാം. അങ്ങനെ അവിടെ ഇരുന്നു. ഇയാൾ പൂജയൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ എങ്ങനെ താഴെ പോയി അതുപോലെ മുകളിലോട്ട് കയറുമെന്ന് പറഞ്ഞു. സാമ്പത്തികാര്യം അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു ചക്രം എഴുതി തരും, ഈ ചക്രം നീ കൊണ്ട് നിൻ്റെ ഓഫീസിൽ വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, 1 അല്ല 9 വെച്ചേക്കാം, ഞാൻ രക്ഷപ്പെടത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ മുടിഞ്ഞ കടം നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞു. അപ്പം പൂജയെല്ലാം കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് വന്നു. അയാൾ പറഞ്ഞ പോലെ സംഭവിച്ചു. ലക്ഷങ്ങളെല്ലാം ഓഫീസിലോട്ട് വന്നു. അതിനു മുമ്പ് നമ്മൾ തലയും കുത്തി നിന്നതാണ്. പ്രശ്നമായി. അതിനകത്ത് പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. ആ ഓഫീസിൽ വന്നപ്പോഴേ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഓഫീസിൽ ഞാനിരിക്കുന്ന ക്യാബിനിൽ സായിബാബയുടെ വലിയൊരു പടം, അതിന് തൊട്ടടുത്ത് ഇയാൾ തന്ന ചക്രം, ഇത് വെച്ച് ആരവിടെ വന്നാലും ആദ്യം വരുന്നവൻ ഈ ചക്രത്തിന് മുമ്പിൽ കർപ്പൂരം കത്തിച്ചൊഴിയണമെന്നാണ് ഞങ്ങളുടെ വ്യവസ്ഥ. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് ഇന്നുവരെ ഇതുണ്ടാകാത്ത കാര്യം, ഇയാളുടെ പൂജ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വരണമെങ്കിൽ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. നമ്മളിനി റിജക്റ്റ് ചെയ്യുകയൊന്നും വേണ്ട. കാരണം ഞാനിതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ അവിടെ വന്നത്, അപ്പോൾ RSSകാർ പിള്ളേരെ മാത്രമേ എൻ്റെ ഓഫീസിൽ എടുക്കത്തുള്ളൂ. കാരണം ഒത്തിരി ക്രിസ്ത്യാനികളെന്നെ പറ്റിച്ചിട്ടുണ്ടായ ഇടയ്ക്ക് പാർട്ണർഷിപ്പ് ചേർന്നിട്ട്. ക്രിസ്ത്യാനി എന്ന് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ അത് ഈ ഇവിടെയുള്ള RSSകാർ പിള്ളേർ കൃത്യമായിട്ട് ഈ കർപ്പൂരം കത്തി. ഒരു പെന്തക്കോസുകാരൻ വന്ന് വിട്ടു. ഇവർ ഈ 9 മണിയാകുമ്പോൾ വരത്തില്ല. വരുന്ന ഞാൻ നമ്മുടെ ഓഫീസ് തുറക്കുമ്പോഴേ ഇത് കത്തിക്കണം, അവൻ അതിനൊക്കത്തില്ല. അപ്പോൾ എന്നോട് ഇവന്മാർ പറഞ്ഞു, സാറേ അവൻ കത്തിക്കത്തില്ല, നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ. പിന്നെ RSSകാർക്ക് ഇച്ചിരി കൂടെ ഉണ്ടല്ലോ പെന്തക്കോസുകാരൻ, മനസ്സിലായി. എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ കത്തിക്കണം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവൻ അവിടെ സ്വസ്ഥതയില്ലാതെ അവൻ അവിടെ നിന്ന് വിട്ടുപോയി. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞത് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സാമ്പത്തിക തകർച്ചയും പ്രശ്നങ്ങളും, എൻ്റെ പ്രൊഡക്ഷൻ കമ്പനികൾ പൂട്ടുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് കിട്ടിയായിരിക്കും, യങ് ബിസിനസ്മാൻ 97. ഈ അവാർഡ് കിട്ടിയിട്ടാണ് പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടാമതും തകർച്ച വന്നപ്പം വീണ്ടും അമ്മാവൻ്റെ അടുക്ക് പോയി പൂജാരിയെ വെച്ച് പൂജ നടത്താൻ എന്തോ മനസ്സ് തോന്നിച്ചില്ല. ആ സമയത്താണ് ഞാൻ മുമ്പേ പറഞ്ഞ് ജോസാനത്താൻ എന്ന് പറയുന്ന ആളിൻ്റെ അടുക്കിലോട്ട് ഒരാൾ ലീഡ് ചെയ്തുകൊണ്ട് പോയി. എനിക്കിത് കേട്ടു, ദൈവവചനം കേട്ടു. ദൈവവചനം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ബൈബിള് സാധാരണ പുസ്തകമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലായി. ഇതനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് മനസ്സിലായി. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പ്രധാനമായിട്ട് കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത്, ഭൂമിക്ക് ശേഷം ഒരു ജീവിതം ഇല്ല. ഭൂമിക്ക് ശേഷം മരണത്തിന് ശേഷം ഒരു ജീവിതം, സ്വർഗം, നരകം, അതൊക്കെ ചുമ്മാ പറയുന്ന കാര്യങ്ങൾ. അതൊക്കെ ചുമ്മാ ആളുകളെ പേടിപ്പിച്ച് പാപം ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ കാര്യം കാണാൻ വേണ്ടി മതങ്ങളുണ്ടാക്കിയൊരു സിസ്റ്റമുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അവിടുത്തെ മീറ്റിങ്ങിൽ മനസ്സിലായി, മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അല്ലാതെ ഈ കർത്താവ് ലോകത്തിലേക്ക് വന്നത് കുറച്ച് പേർക്ക് കാശ് കൊടുക്കാനും കാർ കൊടുക്കാനും വീട് കൊടുക്കാനും രോഗസൗഖ്യമാക്കാനൊന്നും അല്ല. കൂട്ടത്തിൽ നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടുന്ന് വന്നത് നമ്മളെ നിത്യതയിൽ അവകാശികളാക്കാനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ സങ്കല്പത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്വർഗം,
സത്യമാണെന്ന് ഒറ്റ മതത്തിനും എന്നെ പഠിപ്പിക്കാൻ ഒത്തില്ല. അത് ദൈവവചനത്തിന് മാത്രമേ സംഭവിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഒരു ലക്ഷ്യം വരുമല്ലോ നമുക്ക്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ദൈവത്തോടൊക്കെ വാങ്ങിച്ച് ഒന്നിലൊരു സപ്ലൈ ഓഫീസറായിട്ട് ദൈവത്തെ കാണും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രോഗസൗഖ്യമാക്കി, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ നമുക്കിട്ട് പണി തരുമ്പോൾ അപ്പുറത്ത് അവനിട്ടൊരു അടി കൊടുക്കുന്ന പോലീസുകാരൻ. ഇതിനപ്പുറത്തേക്കുള്ളൊരു ഇമേജൊക്കെ മാറി. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും അവൻ അവിടേക്ക് പോയെന്നും നാം ഒരിക്കൽ അവനെപ്പോലെ അവൻ്റെ കൂടെ വാഴുമെന്നുമൊക്കെയുള്ള ചെറിയ കാര്യമല്ല, വിശ്വസിക്കാവുന്ന കാര്യം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല, ബൈബിൾ എന്ന് പറയുന്നൊരു സാധാരണ പുസ്തകമല്ല. അപ്പോൾ എനിക്കൊരു ലക്ഷ്യം വന്നതുപോലായി. ലക്ഷ്യം വന്നപ്പോൾ കടം ഒരു വിഷയമല്ലെന്ന് തോന്നി. നമുക്ക് പലപ്പോഴും ലക്ഷ്യം ചെറുതായി തോന്നുമ്പോഴാണ് കടം വലുതായിട്ട് തോന്നുന്നത്. പ്രൈസ്, പ്രതിസന്ധി വലുതായിട്ട് തോന്നുന്നത്, രോഗം വലുതായിട്ട് തോന്നുന്നത്. ഒരിക്കൽ ഒരാൾ ഒരു ബോർഡയിലോട്ട് ചെറിയ ഒരു വരയിട്ടു, വലിയ വരയായിട്ട്. എന്ന് പറഞ്ഞു, നിങ്ങൾ ചോക്ക് തൊടാതെ ഈ വര ചെറുതാക്കണമെന്ന് പറഞ്ഞു. ചോക്ക് അതേ തുടരുത്. അപ്പോൾ എന്താ അതിനെ എങ്ങനെ ചെറുതാക്കുമെന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, പിന്നെ ഈ വരയുടെ അല്ല ഇതിനെ ചെറുതാക്കണോ, വലിയൊരു വര അപ്പുറത്തോട്ട് വരച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? 2 വര അല്ലേ, അടുത്ത് വലിയൊരു വര വരച്ചപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ തൊടാതെ തന്നെ ചെറുതായി. ഇത് തന്നെയാണ് കർത്താവ് നമുക്ക് നിത്യതയെപ്പറ്റി പറയാൻ വന്നു. പക്ഷെ പിശാചും അവൻ്റെ സംഘവും ലോകത്തെ, ജഡത്തെ വലുതായി വരച്ച് കാണിക്കുക. നമുക്ക് നിത്യത ചെറുതും നമ്മുടെ കാറും വീടും വലുതും. പൈസലൊക്കെ എന്തൊരു അപജയമാണ് വന്നിരിക്കുന്നത് അല്ലേ. പൈസലോ പണ്ട് എം പി ചാക്കോ എന്ന് പറഞ്ഞ ഒരു തിയോളജിയൻ സാറ് പറയുമായിരുന്നു, 1 മണിക്കൂറിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിത്യത എന്നൊന്ന് പറയണമെന്ന്. നമ്മൾ മറന്നില്ലേ നിത്യത എന്ന വാക്ക്? പൈസലോ ഇന്നത്തെ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ രോഗശാന്തി വാഹകരുണ്ടോ അല്ലേ, യേശുവിനെ ഡോക്ടറാക്കുന്ന പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സകലരും പ്രാർത്ഥനകൾക്കും കൺവെൻഷനുകൾക്കും പോകുന്ന രോഗസൗഖ്യത്തിന് വേണ്ടി അല്ലേ. യേശു ക്രിസ്തു എന്ന ദൈവം എനിക്ക് വേണ്ടി മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തു, നിത്യത അവന് നമുക്ക് വേണ്ടി നിത്യത ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ശരീരം ഒരിക്കൽ തേജസ്കരിക്കപ്പെടുമെന്നൊക്കെ എത്ര നാളായി പ്രസംഗം കേട്ടിട്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ സെയിം ശരീരം നമുക്ക് കിട്ടുന്ന ഒരു കാര്യത്തെപ്പറ്റി എത്ര ഇമാജിനേഷൻ നമ്മുടെ അകത്ത് നടക്കാറുണ്ട്. പിശാചി ചെയ്തൊരു പരിപാടി കണ്ടോ, ചെറിയ വരയും വലിയ വരയും. ഏറെ ആയാലും 70 80 വർഷം ജീവിക്കുന്ന ഈ ഭൂമിയെ, പ്രതിസന്ധികളെ, സന്തോഷങ്ങളെ അവൻ വലുതായി കാണിച്ചിട്ട് കോടി 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 വർഷം ദൈവത്തോടൊപ്പം വസിക്കുന്ന നിത്യതയെ അവൻ ചെറുതാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന ഏകമണവാളനുമായി കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന നിർമ്മല കന്യകയായ നിങ്ങളുടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പറഞ്ഞതാരാ? പൗലോസ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിത്യത. അതുകൊണ്ട് പ്രസംഗത്തിനകത്തൊക്കെ ദൈവദാസന്മാർ നിത്യതയുടെ ഉൾപ്പെടുത്തണം. ബാക്കിയൊക്കെ നടന്നോട്ടെ, ഞാൻ രോഗസൗഖ്യത്തിനെതിരല്ല. ഇന്നലല്ല മിനിഞ്ഞാന്ന് രാവിലെ അമേരിക്കയിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചു. അവർക്ക് ഒരു മകളേ ഉള്ളൂ, ഹസ്ബൻഡ് മരിച്ചു പോയതാ. ഈ മകളെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവന, നല്ലൊരു സഹോദരി, കർത്താവിൽ ആശ്രയമുള്ള സഹോദരി. ബ്രദറെ, ആ മോളുടെ പേര് റേച്ചൽ എന്നാണ്. റേച്ചൽ ഐസിയുവിലാണ് അതിവേദന വന്നിട്ട് പ്രഗ്നൻ്റ് അവൾ, പിന്നെ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ഓക്കെ അമ്മ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവം ഒരു വചനകത്ത് തന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പുള്ളൊരു വചനം എനിക്ക് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും ദൈവം അതിന് തീർച്ചയായിട്ടും സൗഖ്യം കൊടുക്കും ഞാൻ വിശ്വസിക്കുന്നു. അമ്മാമ്മ വിശ്വസിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ സിസ്റ്ററും പ്രാർത്ഥിക്കുന്നത് നല്ലപോലെ. പണ്ട് വിശ്വാസി വരാൻ നേരം ഞാൻ തടസ്സം നിന്നാളാണ്. പുള്ളിക്കാരൻ നല്ലപോലെ പ്രാർത്ഥിക്കും. പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, മോളെ ഇതുപോലെ അമ്മാമ്മ വിളിച്ചായിരുന്നു, വളരെ ഭാരത്തിലാണ് വിളിച്ചത്, ഒരു മോളല്ല ഉള്ളൂ, പുള്ളിക്കാർക്ക് ആരോടും പറയാനില്ല, ആരോടും പറയത്തുമില്ല, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം ആ കുഞ്ഞിനെ, അവിടെ ഞങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ മോളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞു, ചതഞ്ഞ ഓടെ ഞാൻ ഒടിക്കത്തില്ല, പുകഞ്ഞ തിരിയൊക്കെ എടുക്കത്തില്ല എന്നൊരു വചനം അവളുടെ അകത്ത് ഇടപെട്ടിട്ട് അവളൊരു വെളിപ്പാട് പറഞ്ഞു.
ഇതാദ്യം ഇച്ചിരി പ്രശ്നം പോലെ തോന്നും, പിന്നെ തന്നെ സ്മൂത്ത് ആകുമെന്ന് പറഞ്ഞു. ആദ്യം ഇച്ചിരി വേദന പോലെ തോന്നും, പിന്നെ തന്നെ സ്മൂത്തായി. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് പുള്ളിക്കാരുടെ പണിപ്പോൾ ഞാൻ ഈ വെളിപ്പാടും അതുപോലെ ഇദ്ദേഹത്തിനോട് ഈ അമ്മാമ്മ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് അതങ്ങോട്ട് കേട്ടേച്ച് അടുത്ത വരുന്നത് ഡോക്ടർ പറയുന്നു ബ്രദറെ ഒരു സർജറി വേണമെന്ന് പറയുന്നു. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അസുഖം എന്ന് പോലും അമേരിക്കയിലെ ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ചികിത്സ പോരാഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോവാം. അപ്പോൾ അമേരിക്കയിലെ ചികിത്സ മോശമാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിശ്വാസിക്ക് സാങ്കേതികത്തെ എതിരായി നിൽക്കാന്നോർത്തോ. അപ്പം സാങ്കേതികത്വത്തിനപ്പുറത്ത് നിൽക്കുന്നതല്ലേ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കണ്ടുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ശരിയെന്നല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ശരിയെന്നല്ല, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. വചനമാണ് പറഞ്ഞ്, അതെ വചനമല്ലേ സത്യം, അതെ. അപ്പം ഞങ്ങൾ പറഞ്ഞു അല്ല മാമേ, വീണ്ടും എന്നെ വീണ്ടും വിളിക്കുക. ഞാൻ പറഞ്ഞു മാമേ ദൈവോധനം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനത് വിശ്വസിക്കുന്നു, എന്നോട് പറഞ്ഞവരും വിശ്വസിക്കുന്നു, അമ്മാമ്മയെ അത് വിശ്വസിക്കാൻ പറഞ്ഞു. കാരണം ഡോക്ടർക്ക് അപ്പുറത്ത് എൻ്റെ ഭാഷയെ പറഞ്ഞ എൻ്റെ ഭാഷ ഞാൻ വിശ്വസിക്കുന്നത് ഒരു രോഗം വന്നാൽ അതിൻ്റെ കൃത്യം ഏറ്റവും വലിയ ഡോക്ടർ കർത്താവ് തന്നെ. കർത്താവിൻ്റെ അസിസ്റ്റൻറ്റുമാരായി ഭൂമിയിലുള്ള സകല ഡോക്ടർമാർ അല്ല. ഇനി നമ്മളൊരു മരണം സംഭവിച്ചാലോ, എന്നാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലോ. ജീവിച്ചിരിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. ഒരിക്കൽ ദൈവം പറഞ്ഞു, ഒരുത്തനോട് പറഞ്ഞു ഈ കാര്യമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിക്കോ, ഇനി പോരാൻ പറഞ്ഞു. ഒന്നേ പുള്ളിക്ക് പോരാ. അയ്യോ എൻ്റെ ദൈവമേ, ഞാനിവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇല്ലയോ പ്രാരാബ്ദമൊക്കെ പറഞ്ഞ് ദൈവത്തോട് മസിൽ പിടിച്ച് ഒരു 15 വർഷം കൂടെ ആയുസ് നീട്ടി കിട്ടിയില്ലയോ. ഇപ്പോഴത്തെ ഉപദേശമാരെല്ലാം പോകുമ്പോൾ പറയും ഇസ്കിയാവിന് ആയുസ് നീട്ടി കൊടുത്തു ദൈവമേ. ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോഴത്തെ കാര്യം പറഞ്ഞു, ഇസ്കിയാവിന് ആയുസ് നീട്ടി കിട്ടിയോണ്ട് എന്നാ ഗുണമുണ്ടായി നിങ്ങൾ പറ. മനസ്സേ ഉണ്ടായി. ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഇത്രയും പാപം ചെയ്യിപ്പിച്ച ഒരു രാജാവ്. അതാ തമ്പുരാൻ പറയുന്നത്, വിളിക്കാൻ സമയമാകുമ്പോടാ പോരടാ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കറങ്ങി നടക്കരുത്, പിന്നെ മനസ്സേ ഉണ്ടാക്കി കളയുന്നേ. ഒത്തിരി എണ്ണത്തിനെ തെറ്റിക്ക്. എന്തിനാന്ന് ഇവിടെ ഇങ്ങനെ അധികം? പണി കഴിഞ്ഞെങ്കിൽ അങ്ങ് പോവണ്ടേ? എന്തിനാ ഭയക്കുന്ന മരണത്തെ? മരണമേ നിന്റെ ജയം എവിടെ? മരണമൊക്കെ വിശ്വാസികൾക്ക് പേടിയോ? അപകടമാകട്ടോ, അപകടാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. മരണം പേടിയോടുണ്ടെങ്കിൽ ദൈവഹിതമാണെന്ന സമയത്താണ് പോരാൻ പറഞ്ഞാൽ റെഡി കർത്താവ് എന്ന് പറയണം, അതാ നല്ലത്. പോട്ടെ, പ്രൈസലോട്ട്. അപ്പം ഞാനിത് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അമ്മമ്മ ഞാനിത് തന്നെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 1 മണി 2 മണിയായി. CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, സർജറി വേണമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, സർജറി വേണ്ടെന്ന് വെച്ചു. നോക്കിയപ്പോൾ എന്താ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇച്ചിരി പെയിൻ വന്നു, പിന്നെ അങ്ങ് സ്മൂത്തായി, രോഗവുമില്ല, ഒന്നുമില്ല. ചില ഡോക്ടേഴ്സിനും കൺഫ്യൂഷനായി കളയും. എന്തിനാണെന്നറിയാമോ? നമ്മൾ വചനത്തെ എന്തുമാത്രം റിസീവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. പത്രോസ് വെള്ളത്തിലോട്ട് മുങ്ങിക്കളയുമ്പോൾ അവൻ്റെ നോട്ടം കർത്താവിൻ്റെ മുഖത്തും തെറ്റിയെന്നാണ് വേദഗ്രന്ഥന്മാരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഉപദേശിമാർ പറയുന്നത്. പോട്ടെ, നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നോട്ടം തെറ്റാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധികളും നമ്മളുമായിട്ട് കൂട്ടായ്മയാവും. ദൈവമായിട്ടല്ല കൂട്ടായ്മ, അവിടുത്തെ കൂട്ടായ്മ വിട്ടു പ്രതിസന്ധി. അല്ലേലും അങ്ങനെയാണെന്നേ, ഞങ്ങളുടെ അപ്പനൊക്കെ ഈ സമയത്ത് മരിച്ചു പോയതാണെന്നേ, അല്ലേലും ഞങ്ങൾ എത്രയോ കാലം ഇങ്ങനെ നമ്മൾ പ്രതിസന്ധികളുമായിട്ട് കൂട്ടായ്മയാണ്. പ്രൈസലാണ്. എന്നിട്ട് ആ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു പറയാ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഒന്ന്. ഈ ഒരു സംഭവം ഇത് മിനിഞ്ഞാന്ന് നടന്ന സംഭവം ഡെയിലി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവ് തന്നെ, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ പ്രസംഗം സൗഖ്യമാവരുത്. പ്രസംഗം പിന്നെ രോഗസൗഖ്യവും പ്രസംഗം എന്തുവാ വീടും കാറും കാശും ആവരുത്. അവനും നിത്യതയുമായിരിക്കണം. അതിനകത്ത് ആ പാക്കേജൊക്കെ ഉണ്ടെന്നേ. അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കൂടെ ഞാൻ. നമ്മൾ അമേരിക്കയിൽ പോകുമ്പോഴേ നല്ല ഫ്ലൈറ്റിൽ പോകുമ്പോൾ നല്ല ബിവറേജസ് ഒക്കെ അവർ തരും. കൊക്കക്കോള, അവിടുത്തെ കൊക്കക്കോള, ഇവിടുത്തെ നല്ലതെന്ന് എനിക്കറിയത്തില്ല. നല്ല ഡ്രിങ്ക്സൊക്കെ തരും, നല്ല ബിസ്ക്കറ്റും നല്ല ഫുഡും ഒക്കെ. അപ്പോൾ അവിടെ അവാർഡ് വാങ്ങിക്കാൻ പോവാം. അവാർഡെല്ലാം വാങ്ങിച്ച് തിരിച്ചു വന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു അമേരിക്കയ്ക്കുള്ളത്? എൻ്റെ പൊന്നെ, ആ വിമാനത്തിൽ കയറിയപ്പം കൊക്കക്കോള കിട്ടി, ബിസ്ക്കറ്റ് കിട്ടി, ഐസ്ക്രീം കിട്ടി. ആരെങ്കിലും പറയുമോ? ഒരു പ്രാവശ്യമൊക്കെ പറയും. എന്നും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നതിന് തമ്പുരാൻ നമ്മുടെ പാക്കേജ് ആയതല്ല. വീടും രോഗസൗഖ്യവും കാറും എല്ലാം കിട്ടുമതേ. അതൊക്കെ നടക്കും, അതൊക്കെ കാര്യമാണ്. എനിക്ക് 50 ലക്ഷം രൂപ കടോ എവിടെ തിരിഞ്ഞാലും പോലീസും ബാറിനും ഉണ്ടായിരുന്ന മനുഷ്യനാണ്. കർത്താവ് അതെല്ലാം വീട്ടിൽ തന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടാകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ ദൈവം അതെല്ലാം വീട്ടിൽ തന്നു, ദൈവം മാനിച്ചു. ഉറപ്പായിട്ടും അത് ചെയ്യുമെന്നേ. പ്രൈസ് ലോർഡ്. പോട്ടെ. അങ്ങനെ ഞാൻ വിശ്വാസി വരികയും ഞങ്ങൾ ഒന്നിച്ച്, ഞാൻ, എൻ്റെ പെങ്ങൾ, എൻ്റെ അമ്മ,
അമ്മ പണ്ട് ഒരു പ്രവചനം പറയുമായിരുന്നു. എന്താണെന്നറിയോ? ഈ സായി എന്ന് പറയുന്ന ഒരിക്കലും വിശ്വാസി വരത്തില്ല. അമ്മയുടെ കൈകൊണ്ട് ഞാൻ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തുന്ന കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്താറില്ല. അഭിസഹോദരൻ വന്നിട്ടുണ്ട്. അഭിസഹോദരനെ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മുടെ ജിജോ പാസ്റ്റർ, ജിജോ പാസ്റ്ററുടെ ടെറിട്ടറിയിൽ നിൽക്കുന്ന ആളാണ്. നമ്മുടെ കുറ്റിച്ചിറയിൽ ആണ് ഞങ്ങളുടെ സ്ഥാപനം. പാസ്റ്ററുടെ സഭയിലെ 2 കുഞ്ഞുങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ജിജോയും മെൽവിനും. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പാസ്റ്റർ ഉണ്ടെന്ന് അറിഞ്ഞത്. പാസ്റ്ററെ ഞാൻ അക്നോളജ് ചെയ്യുക. സ്തോത്രം. കണ്ടതിൽ സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ വന്നു. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, ഈ പെന്തിക്കോസിൽ പോയാൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ പോയാൽ പിന്നെ ഒന്നിൽ അവൻ ഗുണപ്പെടും, അല്ലെങ്കിൽ കുത്തുവാള എടുക്കും. രണ്ടാമത്തേതാണ് എനിക്ക് സംഭവിച്ചത്. കുത്തുവാള എടുക്കൽ ആകെ പ്രതിസന്ധിയായിപ്പോയി, പ്രശ്നമായിപ്പോയി. പക്ഷേ ആ പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. നല്ല ഒരു അത്ഭുതം കണ്ടു, അത്ഭുതം തീർന്നു, പിന്നെയും തിരിച്ചുപോയി. അത്ഭുതം കണ്ടു, അതനുഭവിച്ചു, തിരിച്ചുപോയി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അപ്പോൾ വചനം ഉറയ്ക്കാൻ അത്ഭുതം നടക്കേണ്ടത്. അതിന് നമ്മുടെ ആൾക്കാർ അത്ഭുതങ്ങൾക്ക് വേണ്ടി വചനം എഴുതിയ ഉണ്ടാക്കുക. എന്തെങ്കിലും അവനൊരു മിനിസ്ട്രി ചെയ്താൽ ഇതിനെവിടെ വചനമെന്നാണ് നോക്കുന്നത്. പിന്നെ അബദ്ധത്തിൽ ഒരുത്തരെ തുപ്പി അവൻ സൗഖ്യമായ കർത്താവ് തുപ്പി സൗഖ്യമാക്കി. അതോട് തുപ്പൽ മിനിസ്ട്രി അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണോ? അല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വചനം തരുന്ന ഉറപ്പ് എന്താ? നിത്യത. എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പിടിച്ച് 10-40 വയസ്സാകുമ്പോഴേ നടക്കാനും വയ്യ, നടുവേദനയുമായി ഇങ്ങനെ കഷ്ടപ്പെട്ട് പാട്ടുപാടി ആരാധിച്ചും ഒക്കെ ജീവിച്ച് അവസാനം ഇതോടുകൂടി തീരുക എന്ന് എന്നാ മണ്ടന്മാരാണ് നമ്മളല്ലയോ? പ്രത്യേകിച്ച് ബന്ധക്കോസുകാർ. പാപം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ ഒക്കുന്നില്ല. മസിലിടിച്ച് അങ്ങ് മരിച്ചു. അത് നമുക്ക് നിത്യതയെപ്പറ്റി അകത്ത് വെളിച്ചം ഉണ്ടെങ്കിലേ ഇത്തിരി കഷ്ടം അനുഭവിച്ചാൽ എന്താ? അല്ലേ? ഏടാ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് തൻ്റെ കഴുത്ത് കണ്ടിക്കാനുള്ള വാള് തേച്ചോണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം കേട്ടോണ്ട് ഒരാൾ ഇപ്പുറത്തെ മുറി കിടന്ന് പറയുക, സന്തോഷിപ്പിൻ. എവിടെ കിടന്നാവുക ഇയാൾ സന്തോഷിക്കാൻ പറയുന്നത്? നമ്മൾ നാടൻ ഭാഷ ചോദിച്ചാൽ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ മരണത്തിന് നിദാനമാകാൻ പോകുന്ന ആയുധത്തിൻ്റെ ഉരസൽ ശബ്ദം കേട്ടോടാ പറയുന്നത്. എന്നാ കാര്യം? അത് നാളെ ഇവൻ അതിനെ ഇങ്ങനെ മൂർച്ച കൂട്ടും തോറും സ്വർഗത്തിലേക്കുള്ളതിൻ്റെ ദൂരം അടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ലേ? അപ്പോൾ പ്രതിസന്ധി കൂടുമ്പം, പ്രശ്നം കൂടുമ്പം എന്തോ ഒരു ദൈവസാന്നിധ്യം അടുത്തു എന്ന് ചിന്തിക്കാൻ പഠിക്കണ്ടേ നമ്മൾ? അതല്ലേ വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. കാണാം. പോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കൊരു കൊച്ചു വചനം എടുത്തേക്കാം. പാസ്റ്റേ 8:45 അല്ലേ? 8:45 പറഞ്ഞു. 7:45. 8:40. എത്ര ഇപ്പോൾ 8 മതി. എനിക്കത് മതി. ആ സമയത്തൊക്കെ എനിക്കറിയാം. പ്രിയ അഭിസഹോദരനായ എന്നെ വീണ്ടും ഈ മിനിസ്ട്രിയിലൊക്കെ ഒന്ന് കുത്തിത്തല്ലി ഇറക്കിയത് കേട്ടോ. ഞാൻ ഇച്ചിരി കംഫർട്ട് സോണിലൊക്കെ നിൽക്കുന്ന ഒരു സമയം. ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൽ ഒരു IT കമ്പനിയുടെ GM ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്. പിന്നെ നമ്മളിപ്പോഴൊരു ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്. 45 അനാഥരായിട്ടുള്ള അച്ഛനമ്മമാർ, 10-16 സ്റ്റാഫൊക്കെ ഉള്ളത് നല്ല ഒരു സ്ഥാപനം അവിടെ നടത്തുന്നുണ്ട്. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പോയി ഒരു ചർച്ച പ്രസംഗിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ബ്രദറാണ് അതിൻ്റെ ഫണ്ടിങ്ങിലല്ല, എൻ്റെ ഒരു ബ്രദറിലോട്ട്. എന്നാലും ഈ ആദിവാസി സഹോദരന്മാരുടെ ഇടയിൽ തന്നെ അഭിസഹോദരനാണ് കൊണ്ടുപോയി. എനിക്ക് ഒത്തിരി അനുഗ്രഹമായി, സന്തോഷമായിരുന്നു ആ മീറ്റിങ്. വീണ്ടും ഇപ്പോഴും പുള്ളി എന്നെ പുറത്തൊക്കെ കൊണ്ടുപോവുകയും പ്രാർത്ഥിക്കുകയും വചനം പറഞ്ഞു തരികയൊക്കെ ചെയ്യുകയൊക്കെ. വചനം അദ്ദേഹം എനിക്ക് ഇരുത്തി പറഞ്ഞു തരുന്നതല്ല, അദ്ദേഹം പ്രസംഗിക്കുന്ന വചനത്തിന് ഞാൻ ചൂഷണം ചെയ്യുന്നതാണ്, കേട്ട് പഠിക്കുന്ന ദേവദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, 12-13 വാക്യം ഞാൻ തന്നെ വായിക്കാൻ സമയം കളയുന്നില്ല. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും. നമ്മൾ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തന്മാരാക്കി.
ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പണ്ടേ ഞാൻ ഈ വിശ്വാസി വരുമ്പോൾ എവിടെയെങ്കിലും വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ പോയാൽ ഒന്നീ കടക്കാർ വീട്ടിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ കൊച്ചിനെ തള്ളിയിടും, എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞിടാ അങ്ങനെയൊന്നും പോകരുത്, കൃപ പ്രാപിച്ചു വേണം പോകാൻ, അല്ലെ ഇതെല്ലാം ഈ പിശാചെല്ലാം നിൻ്റെ മണ്ടേ വരും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നാ പണിയാകാം. ഞാൻ പിന്നെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അതെന്നാ പണിയാണ് കർത്താവ്, ഞാൻ നിൻ്റെ വേല ചെയ്യുകയും നിന്നെ പ്രസംഗിക്കുകയും നിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുക, അത് ഞാൻ സ്വസ്ഥത കെട്ട് വേണം ഇത് ചെയ്യാനെന്നും എനിക്ക് പ്രശ്നം വരണമെന്നും പിശാച് ചിന്തിക്കുക, പിശാച് എൻ്റെ വീട്ടിൽ പോരാട്ടം അടുപ്പിക്കുക, അപ്പം അവിടുന്ന് ഒരു സ്റ്റാർ മറ്റവൻ സൂപ്പർ സ്റ്റാറും ആവുക, ഇതെങ്ങനെ ഒക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു വചനമാണ്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് യേശുവിൻ്റെ രാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് കൊടുത്തു. അപ്പോൾ പിശാചിനോട് നീ വയ്ക്കുന്നത്, നീ എന്തിനാ അവൻ്റെ പുറകെ നടക്കുന്നത്, അവനെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കുന്നത്? അവൻ പറയും എൻ്റെ റേഷൻ കാർഡിൽ അവൻ്റെ പേരില്ല, അത് കർത്താവിൻ്റെ രാജ്യത്തെ ആളാണ്, പിന്നെന്തിനാ നീ? അവൻ എന്നെ ഭയങ്കര പേടിയാണ്. പത്തനംതിട്ട ഒരു മെഡിക്കൽ സ്റ്റോറിന് പോലീസ് സ്റ്റേഷനിൻ്റെ മുമ്പിൽ കൂടെ ഒരുത്തൻ ഓടിയപ്പോൾ പോലീസുകാരൻ ഓടിച്ചിട്ട് സംശയം തോന്നി ഇടി കൊടുത്താൽ എവിടെ പോടാ, എന്തോടാ കാര്യം പറയടാന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങിക്കാൻ ഇറങ്ങിയ പോലീസിനെ കണ്ടാൽ പേടിച്ചോടുക എന്നുള്ളൊരു കുഴപ്പമുണ്ട്. കിട്ടിയില്ല, രണ്ടെണ്ണം ആവശ്യമില്ല. ഇപ്പം ആരെയാ നമ്മളോട് ഇപ്പോൾ ഒന്ന് ചോദിച്ചാൽ നമ്മുടെ പിള്ളേരെ വിളിച്ച് ചോദിക്കും, മോനെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ പര്യായപദമൊക്കെ എന്ന് പറഞ്ഞ് ആ ഈശോ എന്ന് പറയാം, അപ്പൻ എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്ക് 3, 4, 5 അതിന് പിശാചിനെ പറ്റി എന്ന് പറയുന്നത് പോരാട്ടം, ബന്ധനം, അന്ധകാരം, കറുത്തകരം, പാമ്പ്, ദുഷ്ടൻ, ഇരുട്ട്, കാട് ഇല്ല. യേശു അന്ന് വലുത് പിശാചാണ്. എല്ലാത്തിനും പിശാച് പറയുന്നത് ഇന്ന് ചിന്തിക്കണം. പിശാചിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാമോ? പിശാചിൻ്റെ തല തകർത്തു, അവൻ്റെ ആയുധവർഗം ഒപ്പിച്ചു. ക്രൂശിൽ യേശു കരഞ്ഞു എന്നല്ല, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും ഒക്കെ എഴുതിയപ്പോഴും അവരെഴുതിയതെല്ലാം ശരിയാണ്, വസ്തുതയാണ്, സത്യമാണ്. പക്ഷെ പൗലോസ് ഒരു വെളിപ്പാട് പറഞ്ഞു, അവിടെ കരയുകയല്ലായിരുന്നു, അവിടെ വിഷമം പറയുകയല്ലായിരുന്നു, അവിടെ പിശാചിൻ്റെ തല അവൻ തകർക്കുകയായിരുന്നു, അവനവിടെ ജയോത്സവം ആടുകയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ പ്രതിസന്ധിയൊക്കെ നടക്കുമ്പോൾ നമുക്കപ്പുറത്തൊരു വിജയം, പിശാചിൻ്റെ തല തകർക്കപ്പെടുന്നത്, ആയുധവർഗം വെക്കപ്പെടുന്നത്, ക്രൂശിലേശു ജയോത്സവമാണ്. ക്രൂശീകരണം എന്ന് പറയുമ്പോൾ ആ വെളിപ്പാട് കാണണം. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ ഈ കർത്തൃമേശയ്ക്ക് അവൻ്റെ കണ്ണീ കൂടെ ചില ഉറപ്പിച്ചൊക്കെ പറയും, ഇമോഷണലാക്കുന്ന. അപ്പം അതോർത്ത് കാര്യം അമ്മമാർ അയ്യോ ഭർത്താവിനൊന്ന് അടി കിട്ടുമോ? അവിടെ എന്താ നടന്ന്? പിശാചിൻ്റെ തല തകർക്കപ്പെടുകയാണ്. ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ എന്താ? പിശാചിൻ്റെ തല തകർക്കപ്പെടുകയാണ്. അവൻ്റെ ആയുധവർഗം എന്തായിരുന്നു? ആയുധവർഗം ന്യായപ്രമാണം വലിച്ചവിടെ കീറിക്കളഞ്ഞു അല്ലേ? ഹല്ലേലൂയ. നമുക്ക് ഇതിലെ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ബൈക്കിൽ പോകുമ്പം ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ കേസൊന്നുമില്ലായിരുന്നു. ഇപ്പം ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ 500 രൂപ, ഇപ്പോൾ 1000 കണ്ടുണ്ട്, 1000 അടിക്കും. അതെന്താ കാര്യം? നിയമമില്ലായിരുന്നപ്പോൾ അത് കുറ്റമല്ലായിരുന്നു. ന്യായപ്രമാണം വന്നപ്പം പാപികളായി, പാപം അല്ലേ? അപ്പോൾ പിശാച് ന്യായപ്രമാണം കണ്ടത്, അതുകൊണ്ട് ഇവന് പറഞ്ഞ അവിടെ ചെല്ലുന്നത് ആ ന്യായപ്രമാണം ആവശ്യപ്പെട്ട മുഴുവൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ നിവർത്തിച്ചു, അവൻ്റെ ആയുധവർഗം വെച്ചു. ക്രൂശിൽ യേശു ജയോത്സവമാണ്. നരകത്തിൻ്റെ അഗ്നിയിൽ നമ്മൾ കിടന്ന് പൊരിയേണ്ടതിന് പകരം അവനതേറ്റു. നരകാഗ്നി അതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതിനാൽ ചൊരിയുന്നവനിൽ ദുരിതങ്ങള ശേഷവുമീശൻ കാരുണ്യമേതുമെന്നേ കുരിശും നിജ തോളിലെടുത്തൊരു വൻകിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണീ. കുരിശും നിജ തോളിലെടുത്തൊരു വൻകിരിമേൽ കരേറി
പോകുന്ന കാഴ്ച കാണീൻ. നരകാഗ്നിയതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതിനാൽ ചൊരിയുന്നവനിൽ ദുരിതങ്ങള ശേഷവുമീശൻ കാരുണ്യമേതുമെന്നിൽ. നമ്മുടെ മുഴുവൻ പാപങ്ങളും ഒരു കരുണയുമില്ലാതെ തൻ്റെ പുത്രന്റെ മേൽ അവൻ ചൊരിയുകയാണ്. എന്താ? നമ്മൾ നരകത്തിൻ്റെ അഗ്നിയിൽ കിടക്കാതിരിക്കാൻ. എത്ര പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി വല്ലതും ആലോചിക്കാറുണ്ട്? പ്രൈസ്. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നാളത്തെ ഫീസിൻ്റെ കാര്യവും മറ്റന്നാളത്തെ വാടകയുടെയും കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യവും അല്ലേ? നിത്യത മറയ്ക്ക വലിയവര ചെറിയവര ഇടയ്ക്കൊന്ന് ഓർക്കണം കേട്ടോ. നിത്യത വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഇടയ്ക്ക് നിങ്ങളുടെ കണ്ണും തുറന്നു കൊടുക്കുന്നത്. കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, മറ്റാരുടെയല്ല. നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണൊന്ന് തുറക്കണം. നമ്മുടെ ശരീരമൊക്കെ തേജസ്കരിക്കപ്പെടും എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? യേശുവിൻ്റെ സെയിം ശരീരം കിട്ടുമെന്ന് അതോർത്ത് സന്തോഷിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ല കൊട്ടാരം പോലെയുള്ള സാധനവും നമുക്ക് ഈ സ്വർണത്തെ ചവിട്ടാം അങ്ങനെയൊക്കെ പറഞ്ഞ് അതാണോ സ്വർഗത്തെ പറ്റിയുള്ള സങ്കല്പം? ഞാൻ ഇന്ത്യക്ക് പുറത്ത് കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ ഈ നാട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ വീട് നല്ല വീടാണ്, അതിനകത്ത് AC ഉണ്ട്, നല്ല MFON ബെഡ് ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കൊച്ചുങ്ങളുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ടുള്ള കൂട്ടായ്മ അല്ലേ? ഞാനേ സ്വർഗത്തിൽ പോകാൻ എന്തുകൊണ്ടാണ് നമുക്ക് എന്താ ഇഷ്ടം സ്വർഗത്തിൽ പോകുന്നതിന്? നമ്മുടെ പ്രാണനാഥനുമായിട്ട് 1 വർഷം 2 വർഷം 5 വർഷം 10 വർഷം 1 കോടി 10 കോടി വർഷമല്ല, കോടി വർഷം നിത്യത. ദൈവത്തിന് എത്രയും ആയുസ്സുണ്ടോ അത്രയും ആയുസ് ദൈവത്തോടൊപ്പം വസിക്കുക. അയ്യോ, അപ്പോൾ 70 വർഷത്തെ ജീവിതം ഞൊടി നേരത്തേക്കേ ഉള്ളെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായേ? പൗലോസിനോട് നമുക്ക് പറയാം, പൗലോസേ 70 പൗലോസിന് അതൊക്കെ പറയാം, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത. അതെന്താ? ലെങ്ത് കണ്ടു. എന്തിൻ്റെ ലെങ്ത്? നിത്യതയുടെ ലെങ്ത് വെളിപ്പാടിൽ പൗലോസ് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്, എടാ ഇവിടുത്തെ ഞൊടി നേരത്തേക്കേ ഉള്ളൂ. ഞൊടി നേരത്തേക്കേ ഉള്ളെന്നുള്ളതൊന്ന് നമ്മുടെ ഹൃദയത്തിനകത്തോട്ടൊന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കും കേട്ടോ. സാധാരണ മനുഷ്യരല്ലേ, നമുക്ക് എപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതം പൊടി എന്നവൻ അറിയുന്നെന്നാണ് പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും ചെതറാം അല്ലേ? ചെതറാം നിർത്തിയാൽ നിൽക്കാം, അതേ പറ്റത്തില്ല. തമ്പുരാനെ നിർത്തിയാൽ നിൽക്കാം. ഞാൻ നിന്നുകളെ എന്നൊക്കെ പറഞ്ഞവർ ഒത്തിരി പേര് വീണിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശം. എന്തിനാ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്തു. സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്താൽ പിന്നെ ആ സിറ്റിസന്റെ സ്വഭാവത്തിലാണ് നടക്കേണ്ടത്. നമ്മളെ ഈ മസിൽ പിടിച്ച് നമ്മളെ ചില ആൾക്കാർ തീരുമാനമെടുക്കും. മിക്കവാറും ആണ്ടർന്നിക്കാതി തീരുമാനം. ഈ വർഷം പ്ലാൻസ് പദ്ധതിയിൽ ഒരു ജനുവരി 30 വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തത്. അത് കഴിയുമ്പോൾ പഴയ പോലാവും. പിന്നെ അടുത്ത ഡിസംബറിലാണ് ജനുവരി 1 വീണ്ടും തീരുമാനം. എന്താ ആക്കാത്ത? നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ജഡത്തെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മസിൽ പിടിക്കാമെന്നല്ലത് ഒരു വഴി നടക്കത്തില്ല. വീണ്ടും നമ്മൾ പിന്നെയും ചങ്കരം തെങ്ങേരെന്ന് പറയുന്ന ലെവലിലോട്ട് വരും. പക്ഷെ നമുക്കൊരു വെളിപ്പാടുണ്ട്. വെളിപ്പാട് വേണം. ഏതാ? അതിനെ കർത്താവിനായിരുന്ന നമ്മൾ, ക്രിസ്തുവിൽ മുന്നേ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ, യേശു ക്രൂശിക്കപ്പെട്ടപ്പം ആരും ക്രൂശിക്കപ്പെട്ടു? ഞാനും ക്രൂശിക്കപ്പെട്ടു. യേശു ഉയർത്തപ്പോൾ ആരും ഉയർത്തു? ഞാനും ഉയർത്തു. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര. അപ്പം ഇനി എൻ്റെ കണ്ണ് ആരുടെ കണ്ണ? യേശുവിൻ്റെ കണ്ണ്. അപ്പം നമ്മൾ ഇന്നലെ നോക്കിയ കണ്ണ് പോലെ നോക്കാൻ ഒക്കുമോ? യേശുവിൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കേണ്ടത്. യേശുവിൻ്റെ കൈ കൊണ്ടാണ് പണിയെടുക്കേണ്ടത്. യേശുവിൻ്റെ കൈ കൊണ്ട് കാലുകൊണ്ടാണ് ചലിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ല. പിന്നെ ആരാ ഉള്ളത്? ക്രിസ്തുവാണ് ഉള്ളത്. ക്രൈസ്തവോ? അതുകൊണ്ടാണ് പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, എഫെസോസിൽ ക്രിസ്തുവിൽ പൗലോസ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കള്ളാട്. കള്ളാട്ടിൽ ക്രിസ്തുവിൽ സായി ബ്രദർ. മനസ്സിലായോ? എവിടെയാ? ക്രിസ്തുവിൽ. പൗലോസ് എപ്പോൾ എഴുതിയാലും ഇവിടെ അന്നേലും പറയും ക്രിസ്തുവിൽ. നമ്മളിവിടെ ക്രിസ്തുവിൽ. യേശുവിൻ്റെ കൂടെ മരിച്ചായിരുന്നോ? മരിച്ചു. മരിക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ക്രൂശിക്കപ്പെട്ട നമ്മൾ ഇമ്മ പറയുന്ന
നമ്മളെ ഒരുത്തൻ ഞോണ്ടുമ്പോഴേ ഒരമ്മാമ്മ നമ്മുടെ പഴയ ഒരു കുറ്റം പറഞ്ഞപ്പോൾ നമ്മൾ ചാടി അങ്ങോട്ട് ചെന്ന എന്തുകൊണ്ടാണ്? ശവമല്ല, ഇപ്പോഴും ജീവനുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്ത് അവൻ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം തന്നത്? എങ്ങനെയാ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവനെങ്ങനെ? ഇരുട്ടിൻ്റെ ഫലമാണോ നമ്മളിൽ? ഇരുട്ട് തന്നെയാണോ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്? ആ സ്ഥാനത്ത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ആയോ ഇല്ലയോ? ഒറ്റ ചോദ്യം. ഏത് പൗരൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്? നമുക്കെങ്ങനെയാണ് കിട്ടിയത്? ഈ രക്ഷ കിട്ടിയത് നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ല കേട്ടോ, നല്ല ഫാമിലിപ്പെട്ട ഒരു കൊച്ചനാകട്ടോ, അവൻ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനി ആണോ? ഒറ്റ ഒരുത്തരം അങ്ങനെയല്ലേ ഗോൾഡിൽ കർത്താവ് പറഞ്ഞേക്കുന്നത് അല്ലേ? ആ മോടെ പേരെന്തുവാ? ജമീമ. ജമീമയെ ഒരു ദിവസം വിളിച്ചിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു ഡോക്ടറേറ്റ് അങ്ങോട്ട് കൊടുത്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തത്, വിലയുള്ള ഡോക്ടറേറ്റാണ്. അപ്പോൾ ഇവിടെ ഈ സർട്ടിഫിക്കറ്റുമായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക. നമ്മൾ ഡോക്ടർ ജമീമയെ നമ്മളെ വിളിച്ചേ പറ്റത്തുള്ളൂ. കാരണം ലീഗലി അവൾ ഡോക്ടറാണ്, സർട്ടിഫിക്കറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ. നമുക്കറിയാം ഇവർക്ക് അതിനുള്ള വിവരമില്ല, പഠിപ്പില്ല, പ്രായമില്ല. പക്ഷേ ഇനി എന്നാ ചെയ്യണം? ഓൾറെഡി കൊടുത്തു. ഇനി അവളെന്തോ ചെയ്യണം? ഇനി അവളെ പഠിച്ച് ഡിഗ്രി എടുത്ത് മാസ്റ്റേഴ്സ് എടുത്ത് ഒരു വിഷയം ഐച്ഛികമായിട്ടെടുത്ത് അങ്ങനെ അവൾ ഡോക്ടറേറ്റിലേക്ക് വരണം, പഠിച്ചു വരണം. ഇതുപോലെ ആ രക്ഷ കിട്ടിയേ. ക്വാളിറ്റി ഒന്നും നോക്കിയില്ല, ക്വാളിഫിക്കേഷൻ നോക്കിയില്ല, കുടുംബ മഹിമ നോക്കിയില്ല. രക്ഷ ഈ സൗജന്യമായിട്ട് തന്നു. ഇനി അതിലേക്ക് വളരണം. അങ്ങനെ ആ രക്ഷ കിട്ടിയത് നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണോ? നല്ല പ്രവൃത്തി കൊണ്ട് കിട്ടിയതാണോ? ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ മോനായിരുന്നുകൊണ്ട് കിട്ടിയതാണോ? അല്ല. ഒരു പാസ്റ്ററുടെ മോനായതുകൊണ്ട് കിട്ടിയതാണോ? അല്ല. ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ട് കിട്ടിയതാണോ? അല്ല. മറിച്ച് എങ്ങനെ കിട്ടിയതാ? അവൻ നിത്യരക്ഷ സൗജന്യമായിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നു. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. ഇനി അതിലേക്ക് വരണം. അതിനുള്ള ഒരു കളമാണ് നമ്മുടെ സഭ, കൂട്ടായ്മ, രക്ഷ. അങ്ങനെ കിട്ടിയത് അവിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിന് അവരെ പ്രാപ്തന്മാരാക്കുക. അപ്പം ഞാൻ ഈ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ല പോരാട്ടവും ബന്ധനവും പറയുമെന്ന്. ഞാനും ഫെഡപ്പായപ്പോഴാണ് ഈ വചനം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ അപ്പോൾ എന്നോട് ഞാൻ എറണാകുളത്തൊരു വീട്ടിൽ താമസിച്ചു. അന്നത്തെ എൻ്റെ വീടിൻ്റെ റെൻറ്റ് 4300 രൂപ. ഇന്ന് അതിന് 25,000 രൂപ കൊടുക്കണം. കാരണം നാഷണൽ ഹൈവേയുടെ അടുത്തുള്ള വീടാണ്, ഒരു ക്യാപ്റ്റൻ്റെ വീടാണ്. പുള്ളി ഞങ്ങൾക്ക് തന്നേച്ച് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടുന്ന് പോകുമ്പോൾ എവിടെ നിങ്ങൾക്ക് വേറൊരു വീട് സ്വന്തമായിട്ട് കിട്ടിയിട്ട് ഇറങ്ങിയാൽ മതി, അതുവരെ ഇറങ്ങേണ്ട, വാടകയും കൂട്ടണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു കത്തോലിക്കനെന്നുള്ള ഇത്ര ഒരു ഔദാര്യം. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു സർപ്പക്കാവിൻ്റെ മുകളിലാണ് വീട്. ആര് താമസിച്ചാലും അവിടെ പ്രശ്നമാണ്. അവിടെ നേരത്തെ താമസിച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്നോട് പറഞ്ഞു, ഇവിടെ ആര് താമസിച്ചാലും അവൻ കുത്തുവാള എടുത്തോണ്ടേ പോകത്തുള്ളൂ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അതൊരു സർപ്പക്കാവിൻ്റെ മുകളിലാണ് വീടെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനൊരു കുത്തുവാള എടുത്തോണ്ടാണ് ഈ വീട്ടിലോട്ട് വന്നത്, ഇവിടുന്നാ ഞാൻ രക്ഷപ്പെട്ടത്. ആര് ഈ വെളിപ്പാടുള്ളവരാരും ഒന്നും പറഞ്ഞു, പുറത്തുനിന്ന് ഇവിടെ ഭയങ്കര അനക്കോണ്ട പോലുള്ള പാമ്പിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. സർപ്പക്കാവല്ലേ, അവർ കാണുമല്ലോ, സ്വാഭാവികം. അപ്പം ഞങ്ങൾ ചോദിച്ചു, കർത്താവേ ഞങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾ ആരാധിച്ചാൽ മതി. അപ്പം ഈ നേരത്തെ എന്നോട് കുത്തുവാള എടുക്കുന്ന സഹോദരനോട് അവൻ്റെ പള്ളിയിൽ ചെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വന്ന് വെഞ്ചരിച്ചിട്ട് പറഞ്ഞു, ഒരു പാമ്പിരി ഒന്നിനും പിണക്കാൻ പോകണ്ട, ഒരു വിളക്കം കത്തിച്ചാൽ ഒരു കോംപ്രമൈസ്. പാമ്പിലിനോട് പറഞ്ഞു, ഞാനൊരു വിളക്കൊക്കെ വെച്ചാൽ പക്ഷേ ഫലമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പൊന്നു സഹോദര, പാമ്പിന് വിളക്ക് വെക്കുന്നവരല്ല ഞങ്ങൾ. ദൈവത്തിന് ഇങ്ങനെയാണ് പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ശകലം ബലമല്ല സകല ബലത്തേക്കും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇവയൊന്നും നിങ്ങൾ ഒരിക്കലും ഒരു ദോഷം വരുത്താം. ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടതൊന്നുമില്ല. ഈ ഭൗതിക തലമാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരാട്ടോ ബന്ധനോ കൂടോത്രോ മോശ സ്ഥലമോ ഈ വീട്ടിരിക്കുന്ന അത്ര ശരിയല്ലെന്നോ തോന്നിയാൽ വില കുറച്ച് തരാമെങ്കിൽ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. നീ ഇരിക്കുന്ന ഇരിപ്പിടം സാത്താൻ്റെ ഇരിപ്പിടം എന്ന് ഞാൻ അറിയുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവാത്മാ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്നതൊക്കെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവം അറിയാതല്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലെ എവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു ഒരു തവണ ഞങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ 8-10 വർഷം അവിടെ താമസിച്ചു, വാടകയൊന്നും കൂടിയുമില്ല. വാടക കൂടി എന്താ കാര്യം പറയാം? ഈ വചനത്തിൻ്റെ വെളിപ്പാടെന്ന് കിട്ടി. പിശാചിൻ്റെ രാജ്യത്ത് ഞാൻ മരിച്ചവനും യേശുവിൻ്റെ രാജ്യത്ത് ജനിച്ചവനും യേശുവിൻ്റെ സിറ്റിസൺഷിപ്പ് ഉള്ളവനും
യേശുവിനാൽ നയിക്കപ്പെടുന്നവനും യേശുവിൻ്റെ കണ്ണ്, യേശുവിൻ്റെ കൈ, യേശുവിൻ്റെ കാല് ഉള്ളവനും. ഹല്ലേലൂയ. എഫെസോസിൽ ക്രിസ്തുവിൽ പൗലോസ്. നമ്മളെവിടോ അവിടെ ക്രിസ്തുവിൽ. ഏത് പിശാചിനെ നിങ്ങൾ കണ്ടതിനേക്കാൾ ഒത്തിരി പിശാചികളെ കണ്ടുള്ള ആളാണ്. കാരണം ഞാൻ പിശാചികളെ ഇറക്കാൻ വരുമായിരുന്നു എൻ്റെ അമ്മായിപ്പൻ്റെ അടുക്കൽ. ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. പിശാചി പോകുന്നതും വരുന്നതും, ഏതാ പിശാചൻ ഏതാ ദൈവം അറിയാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വിശ്വാസം വന്നപ്പോൾ മുഴു കടം അങ്ങ് കൂടി, എവിടെ തിരിഞ്ഞാലും പോലീസ്. അപ്പോൾ പിന്നെ അതിൻ്റെ കടമൊന്നും അന്നേരം വീടിയില്ല കേട്ടോ. പക്ഷെ ദിനം പ്രതി ദൈവം നടത്തുന്നത് ഭയങ്കര രസകരമായിട്ടായിരുന്നു, ഭയങ്കര അത്ഭുതകരമായിട്ടായിരുന്നു. ഞാനൊരു ഒന്ന് രണ്ട് കൊച്ചു കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എൻ്റെ മോൾക്ക് അന്ന് 3 വയസ്സ്. ലക്ഷങ്ങളുള്ളപ്പോൾ ഉള്ള മോളാണ്, ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഈ കടമായി എൻ്റെ വീട് ഒരുത്തൻ കത്തിക്കാൻ വന്നു, ഒരു കടക്കാരൻ. അപ്പോൾ അവിടെ എൻ്റെ പെങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടോണ്ട് ഈ പുള്ളി തിരിച്ചിങ്ങി പോകുന്നു. അപ്പോൾ കൂടെ വന്നവർ തന്നെ ചോദിക്കും, പിന്നത്തിന് നമ്മളവിടെ പോയത് ചോദിക്കും. പത്തനംതിട്ട വന്നാൽ കത്തിക്കാൻ, കത്തോലിക്കനാണ്. അപ്പം ഞാൻ തിരിച്ച് ദൈവാത്മാവനോട് പറഞ്ഞു, നീ അവനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേ എനിക്കവനെ കാണാനൊക്കത്തില്ല, അവൻ എന്നെ കണ്ടക്കില്ല. പക്ഷെ അവൻ്റെ അടുക്ക ചെല്ലാൻ പറഞ്ഞു. അവൻ്റെ അടുക്ക ചെന്നു നിൽക്കുക. ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു. ആ പുള്ളി രക്ഷിക്കപ്പെട്ടു. ആ പുള്ളി ഇന്ന് ആ ചർച്ചിലെ വലിയ കക്ഷിയാണ്. പുള്ളിയുടെ മോളെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചു. എന്നെക്കോളും ആഴത്തിൽ സുവിശേഷം പറയുന്ന ആളാണ്. 4 കന്യാസ്ത്രീമാർ പെങ്ങന്മാരുണ്ട്. വയസ്സിലോ ആ പുള്ളി അന്നത്തെ കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ വീടിന് വാടക കൊടുത്തു എറണാകുളത്ത്. അപ്പോൾ ഒരു വാക്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെയാണെന്ന് അറിയാം? ഒരു വാക്യത്തിന് ജീവൻ വെച്ച് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയും, ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ശത്രുക്കളെ അവനോട് ചേർത്ത് ഇണയ്ക്കും. കണ്ടോ? അപ്പോൾ ആ വാക്യം ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ ജീവനാവത്തില്ലയോ? ഞാനത് അനുഭവിച്ചാ. അല്ലോ എൻ്റെ കഥയല്ലേ പറഞ്ഞത്, എൻ്റെ കഥയാണ് പറഞ്ഞത്. അന്ന് ആ പുള്ളി താമസിപ്പിക്കുമ്പോൾ ഞങ്ങളെ വലിയ കള്ളപ്പുള്ളികളായിട്ടൊക്കെ നോക്കിയിരിക്കാം. അപ്പോഴാണ് എൻ്റെ മോള് പുട്ട് വേണമെന്ന് പറഞ്ഞു. അമ്മയെ പുട്ട് വേണമെന്ന് പറഞ്ഞു. 3.5 വയസ്സുള്ള കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അന്ന് കൊതിക്കുന്ന കാലം ഉണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷേ ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഈ ഏത്തക്ക ഉണക്കിയൊരു സാധനം ഇപ്പം ഉണ്ട്, അതെല്ലാം കൂടെ പൊടിച്ചൊരു പുട്ട് പോലെ സാധനം ഉണ്ടാക്കി കൊടുത്തു. പറഞ്ഞു, ഇത് റെഡ് പുട്ടാണ്, എനിക്ക് വൈറ്റ് പുട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാൽ മോളെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവൾക്ക് മനസ്സിലായി, തലേ തുണി ഇട്ടാൽ പ്രാർത്ഥിക്കുന്നു. 3 വയസ്സല്ല. ഇവിടെ അപ്പുറത്തെ മുറിയിലോട്ട് പോയിരുന്നു, എന്തൊക്കെയോ കലകെട്ടക്കാൻ പറഞ്ഞു. അവിടെ താഴെ ഇറങ്ങി വന്നപ്പോൾ വീട്ടിൽ പുറത്തെ മുറിയിൽ ഇറങ്ങിയപ്പോൾ ഒരു മേശ ഇതുപോലെ കിടപ്പുണ്ട്. ആ മേശ കുറേ പുട്ടിരിപ്പുണ്ട്. ഇതാര് വാങ്ങിച്ചു കൊണ്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വൈഫിനോട് ചോദിച്ചു, ഇത് എവിടുന്ന് വന്നു എന്താണെന്ന് ചോദിച്ചു. പുള്ളിക്കാരി എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മോളിച്ചിട്ട് മുമ്പ് പുട്ട് ചോദിച്ചായിരുന്നല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഞങ്ങളെ നോക്കാൻ വേണ്ടി ശത്രുപാളയത്തെ പുള്ളി ഒരാൾ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കള്ളന്മാരാന്ന് മുങ്ങുന്നുണ്ടോ തട്ടിപ്പോല്ലോ ഉണ്ടോയെന്നറിയാം. അവൻ കാപ്പിക്കട കയറി ദോശ വന്നുകൊണ്ടിരുന്നപ്പോൾ അവനോട് ആരാണ്ട് പറയുക, കുറച്ച് പുട്ട് വാങ്ങിച്ച് ആ പ്രവാസികൾക്ക് കൊണ്ട് കൊടുക്കാൻ. ഞങ്ങൾ അത്യാവശ്യം തട്ടിപ്പുകാരാണെന്നുള്ള ചിന്ത ഇവൻ്റെ അകത്തുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പുട്ട് തരേണ്ട കാര്യമില്ല അവൻ. പക്ഷെ അവനങ്ങ് പ്രഷർ കൊടുക്കുക. അവൻ കുറേ പുട്ട് കൊണ്ട് വെച്ചതാണ്. നിൻ്റെ ദൈവം മേളിൽ നിറക്കി തരുമോ എന്നൊക്കെ വെച്ചാൽ ഞാൻ പറയടാ, മേളിൽ നിറക്കി തരും. നീ നൂലേലിറക്കുക. 2000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ് ഇത് ആയിരിക്കാം. പക്ഷേ ഇന്നും അതിന് ജീവനുണ്ട്, ഇന്നും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഓൺലൈൻ റിലേഷൻഷിപ്പുണ്ട്. അങ്ങനെ 100 കണക്കിന് അത്ഭുതം. എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ വചനത്തെ ഉറയ്ക്കാൻ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഒത്തിരി കാര്യങ്ങളുടെ ജീവിതം സംഭവിച്ചു. അനേകരെ ഞാൻ സ്നാനപ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണം ഞാൻ എടുത്തിട്ടില്ല. ഇന്ത്യയിലും വിദേശത്തും ഒത്തിരി പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് രക്ഷിക്കപ്പെട്ടതിൻ്റെ കണക്ക് എൻ്റെ ഇല്ല. അതെല്ലാം കൃത്യമായിട്ട് കർത്താവിൻ്റെ ഉണ്ട്. ജാതികളുടെ ഉന്നതരായ പല ആളുകളും പല ആൾക്കാരും എൻ്റെ കൂടെ വരും. ഞാൻ ഈ സെക്കുലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ IT കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറുള്ള മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെയുള്ള വേദി പങ്കെടുക്കും. പക്ഷെ അവരോടൊക്കെ ഞാൻ ഇൻഡയറക്റ്റെങ്കിലും ഒരു കൊളുത്ത് വെച്ചാൽ ഞാൻ പോരത്തുള്ളൂ. DB ബിനു എന്ന് പറഞ്ഞ് വിവരാവകാശത്തിൻ്റെ വലിയൊരു വക്കീലുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ജഡ്ജിയാണ് കൺസ്യൂമർ കോർട്ടിൽ. പുള്ളി നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. പുള്ളിയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും, കുറേ നാളിങ്ങനെ നടക്കും. അവസാനം ഇപ്പോൾ പുള്ളി നമ്മളോട് പ്രാർത്ഥിക്കാൻ വരും, സുവിശേഷം കേൾക്കുന്നുണ്ട്. പുള്ളി വേറെ ചിലരോട് പറഞ്ഞു ഇതിനകത്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞു. വളരെ ഉന്നതരെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇവന്മാരുടെ അകത്തെല്ലാം ദൈവം ഒരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത ഇൻസ്റ്റോൾ ചെയ്തിട്ടിരിക്കുക. അവിടെ തുറക്കേണ്ട താക്കോൽ നമ്മുടെ തന്നേക്കുന്നത്. അതിനൊരു ഇന്റലക്ച്വൽ സൈഡും വേണ്ട. അത് ദൈവകൃപ മതി, ദൈവശക്തി മതി, പ്രാർത്ഥന മതി, വചനം മതി. ഒത്തിരി പേരെ അതുപോലെ ഒരു കക്ഷി എൻ്റെ അടുക്ക് വന്ന സമാജ്വാദി പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി. പുള്ളി ആ ഒബറോമാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു 10-12 ബാത്റൂം ഉണ്ട് ആ വീട്ടിനകത്ത് തന്നെ.
വലിയൊരു വീടൊക്കെ ഉള്ളത്. പ്രണവ് മുഖർജി പ്രസിഡന്റ് ആവണോ വേണ്ടോ തീരുമാനിക്കുന്ന ഇന്ത്യയിലെ 7 പേരിൽ പ്രബലരായ ഒരാൾ ജോ ആൻ്റണി എന്നാ പേര്. ഞാൻ സുവിശേഷം പറയും, കുറേ നാളെടുത്ത് കേട്ടോ. അവസാനം മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന ഒരാറ്റിക്കൊണ്ടി മുക്കി. ആ പുള്ളി ഇപ്പോൾ ഒത്തിരി പേരോട് സുവിശേഷം പറയുന്നുണ്ട്, ചിലരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ വിവരവും അവൻ്റെ വലിപ്പവും കൂടെ വെച്ചാൽ ഇതെങ്ങനെ സാധിക്കും? എൻ്റെ അകത്തുള്ളവൻ്റെ വലിപ്പം അറിയാത്തോണ്ടല്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം സുവിശേഷകരാണ്. ഒറ്റ ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. നമ്മളെല്ലാവരും സുവിശേഷകരാണ്. എന്തുകൊണ്ട്? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തായി നമ്മളെ പ്രാപ്തരാക്കുവാൻ തക്കവണ്ണം അവൻ്റെ രാജ്യത്ത് നമ്മളെ പിടിച്ചെടുത്തു. അതിവിടെ കൊണ്ടത് മോഡിഫൈ ചെയ്യല്ലേ ചെയ്തത്. അവിടെ മരിച്ചു, ഇവിടെ ജനിച്ചു. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മേൽ പിശാചിന് യാതൊരു അവകാശമില്ല, അധികാരവുമില്ല. മറിച്ച് നമ്മളെ നടത്തുന്നവൻ, നമ്മളെ ലീഡ് ചെയ്യുന്നവൻ, നമ്മുടെ അകത്ത് വസിക്കുന്നവൻ, നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യതയെപ്പറ്റി നമ്മുടെ അകത്ത് ഉറപ്പിന് നമ്മൾ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് കണ്ണ് തുറക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ണ് തുറന്നാൽ നമ്മൾ ചിലരോടൊക്കെ ചെന്ന് പറയും, എന്തുവാ പ്രസംഗം. സുവിശേഷത്തിനകത്ത് പ്രധാനമാണ് നിത്യത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറയും തോറും നമുക്കുണ്ടല്ലോ, നമുക്ക് വിശ്വാസം ഉറയ്ക്കും. എനിക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഡെലിവറൻസ് സംഭവിക്കാറുള്ളത്. പ്രസംഗിക്കാൻ പോയാൽ എനിക്ക് ഡെലിവറൻസാണ്. അങ്ങനെ അപ്പം നിങ്ങൾ എന്താ പ്രസംഗിക്കാത്ത? ഞങ്ങൾക്ക് വേദിയില്ല. എന്നാ വേദി? ഞാൻ പറയുന്നത് ഭിക്ഷക്കാരോടും തെരുവിലിരിക്കുന്നവരോടും ഒക്കെ ആയിരുന്നു. അവരാകുമ്പോൾ എന്നെ തല്ലത്തില്ല. ചിലർ തല്ലാൻ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് എറണാകുളത്തേക്ക് ലാൻഡ് ചെയ്യുമ്പോഴേ തല്ലോടുകൂടി ഞാൻ സുവിശേഷ വേല ആരംഭിച്ചത്. എന്നാ പ്രിവിലേജ് അത്. അന്നേരം അനുഭവിച്ചൊരു സന്തോഷം. 1 കോടി രൂപ കിട്ടിയാൽ കൊടുത്താൽ കിട്ടത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. നമ്മൾ ആരാണെന്നുള്ള ഒരു ബോധം. നമ്മളൊരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ദേശാധിപതിയുടെ മുമ്പിൽ നമ്മൾ ആരാണ്? നമ്മുടെ അകത്തിരിക്കുന്ന ആൾ നിമിത്തം നമ്മൾ ആരാണ്? ഞാനെന്ന വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന യേശു ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ഈ ലോകം എന്ത് നിസ്സാരമാണെന്നും ചെറുതാണെന്നും വളരെ ഉന്നതരായ ആൾക്കാരോട് നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാരുടെ അകത്തുള്ള ശൂന്യതയും മണ്ടത്തരങ്ങൾ നമ്മളവരെ വലിയ ആളുകളാക്കി വെച്ചിരിക്കുക. പക്ഷെ സുവിശേഷത്തിന് അവർ കീഴടങ്ങുന്നത് ഞാൻ കണ്ടു. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ശൂന്യത നികത്തണമെന്നുണ്ടെങ്കിൽ അവിടെ റിയലി കർത്താവിനെ തന്നെ കൊടുത്താലേ ഫില്ലാവത്തുള്ളൂ. ഈ ചിലർ അമ്മ ദൈവത്തിൻ്റെ അച്ഛൻ ദൈവത്തിൻ്റെ അടുക്ക പുറമെ എന്തിനാണെന്നറിയാമോ? അകത്തെ ശൂന്യത ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ അമൃതാനന്ദമയുടെ അവിടെ അമ്മയെന്ന് വിളിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആൾക്കാരെല്ലാം. ഞാനിവിടെ ഇരുന്നിട്ടുള്ള. അപ്പം അമ്മയോടുള്ള സ്നേഹം പിശാച് എന്ത് ചെയ്തു? ദൈവമാക്കി മാറ്റി. ഗുരുവിനോടുള്ള സ്നേഹം പിശാച് ഗുരു ശ്രീ എന്നൊക്കെയുള്ള പേരിലൊക്കെ ആക്കിയെടുത്തു കൊടുത്തു. അപ്പോൾ ഈ ഗുരുവിൻ്റെ പുറകെ നടന്നാൽ എൻ്റെ ശൂന്യത നികലുമെന്നാണ് അവൻ്റെ പ്ലാൻ. അതാണോ? നമ്മുടെ അകത്തെല്ലാം ഒരു സ്പിരിച്വൽ വാക്വം ദൈവം ഇൻസ്റ്റോൾ ചെയ്തിട്ടിരിക്കുന്നത്. ഒരു ഗുരുവിനെയും കയറ്റാനല്ല, ഒരമ്മയും കയറ്റാനല്ല, വീട് കയറാനല്ല, കാറ് കയറ്റാനല്ല, കാശ് കയറ്റാനല്ല, ലോകത്തിൻ്റെ ഒന്നും കയറ്റാനല്ല. മറിച്ച് അവിടെ ഫില്ലാവുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു അവരുടെ വചനം. വെളിച്ചത്തിനുള്ള അവകാശത്തിനെ നമ്മളെ പ്രാപ്തന്മാരാക്കാൻ അവൻ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഇവിടെ ജനിച്ചു. രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പിൻ്റെ ഏത് പൗരനാണെന്നുള്ളത് മറക്കാതെ നമ്മളെ കർത്താവ് നയിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നമ്മുടെ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നവർ ഏതൊക്കെ വിഷയത്തിന് നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു കർത്താവെ, അവരുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം അത്ഭുതത്തിൻ്റെ മറുപടി കൊടുക്കണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ, നിത്യതയെപ്പറ്റിയുള്ള വെളിപ്പാടുകൾ ചെറുതായി പോകുന്ന ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് തരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എന്നെ ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്ക് പ്രത്യേകിച്ച് സഹോദരൻ നന്ദി പറയുന്നു. എന്നെ പ്രാർത്ഥന ഓർക്കണമേ. താങ്ക് യു.